ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത് പാളയം ഇമാം ഡോക്ടർ സുഹൈബ് മൗലവി. നോമ്പുകാലമാണെങ്കിലും തിരുവനന്തപുരത്ത് എത്തുന്നവർക്ക് വെള്ളവും ഭക്ഷണവും ഒരുക്കണം. പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് വിശ്രമിക്കാൻ വീടുകളും മസ്ജിദുകളും തുറന്നു നൽകണമെന്നും ഇമാം ആഹ്വാനം ചെയ്തു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. ഏതായാലും റമളാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമളാൻ വിഭവങ്ങളുമെല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളുമെല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗോകുൽ, ഇതാണ് നമ്മുടെ കേരളം, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഗോകുൽ. റിജിത്ത്, തീർച്ചയായും ഇത് തന്നെയാണ് കേരള സ്റ്റോറി. എന്തായാലും പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് മസ്ജിദും വീടുകളും തുറന്നു കൊടുക്കണമെന്നാണ് ഇന്ന് നമസ്കാരത്തിൽ പാളയം ഇമാം ഡോക്ടർ ഷുഹൈബ് മൗലവിയുടെ ആഹ്വാനമാണിത്. മസ്ജിദുകളും വീടുകളും പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് ആതിഥേയം അരുളണം. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം, വളരെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ് ഈ പൊങ്കാലക്കാലം. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പൊങ്കാലക്കാലത്തോടെ, അതായത് റമദാൻ മാസത്തിലാണ് ആറ്റുകാൽ പൊങ്കാലയും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. എന്തായാലും നോമ്പുകാലമാണെങ്കിലും തിരുവനന്തപുരത്ത് എത്തുന്നവർക്ക് വെള്ളവും ഭക്ഷണവും ഒരുക്കണം. അതേപോലെ തന്നെ സഹോദരികളും കുട്ടികളുമാണ് തിരുവനന്തപുരത്തേക്ക് അതിഥികളായി എത്തുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും മികച്ച ആതിഥേയരാകാൻ തിരുവനന്തപുരം നഗരത്തിലുള്ളവർക്ക് സാധിക്കണം എന്നുള്ളതിന്റെ ഒരു നേർചിത്രം കൂടി പകർന്നു നൽകുകയാണ് പാളയം ഇമാം ഷുഹൈബ് മൗലവി എന്നുള്ളതാണ്. കുടിവെള്ളവും അതേപോലെ തന്നെ റമദാൻ വിഭവങ്ങളും സമ്മാനിക്കണം. മാത്രമല്ല, സ്നേഹവും സാഹോദര്യവും കൊണ്ട് മാത്രമേ ഇസ്ലാമോഫോബിയവും വിദ്വേഷ പ്രചരണത്തെയും പ്രതിരോധിക്കാൻ സാധിക്കൂ എന്ന് കൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്ര കേരള സ്റ്റോറി അടക്കമുള്ള ചിത്രങ്ങൾ വികലമായി ഇസ്ലാമിനെയും അതേപോലെ തന്നെ വിശ്വാസങ്ങളെയും ഒക്കെ നിലവിൽ അത്തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനൊക്കെ എതിരായി നിലകൊള്ളണം. അതിനായി സമൂഹം ഒത്തൊരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു ആഹ്വാനം കൂടിയാണ് പാളയം ഇമാം ഡോക്ടർ ഷുഹൈബ് മൗലവി നിലവിൽ നൽകിയതെന്നുള്ളതാണ്. അത് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. ആ സമയത്ത് മസ്ജിദ് പൂർണ്ണമായും തുറന്നിട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി പള്ളിക്ക് മുന്നിൽ, അതായത് പള്ളിയുടെ മുറ്റത്ത് തന്നെ അടുപ്പ് കൂട്ടാനുള്ള സംവിധാനം അടക്കം എല്ലാ കാലത്തും ചെയ്ത് നൽകിയിട്ടുമുണ്ട്. ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ റമദാൻ മാസത്തിൽ കൂടെയാണ് ആറ്റുകാൽ പൊങ്കാല കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇസ്ലാം വിശ്വാസികളൊക്കെ തന്നെ ആളുകളെ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ കൂടെ പലപ്പോഴും ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും ഒക്കെ പലയിടങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിലേക്ക് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ആര്യ. പലതരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സമൂഹത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അതൊന്നും വിലപ്പോവില്ല എന്നുള്ളത്. ഇതാണ് നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതാണ് ശരിക്കുള്ള കേരളത്തിന്റെ സ്റ്റോറി. അത് നമ്മൾ പലകുറി കാണിച്ചു നൽകിയിട്ടുള്ളതാണ്. ലോകത്തിനാകെ ഒരിക്കൽ കൂടി കാണിക്കുന്നു. ഇനി ഇത് തുടരും, ഈ മാതൃക എപ്പോഴും.